നമ്മുടെ സീരീസിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന തരം കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാനും പറയാനും പഠിക്കാൻ പോകുന്നത്. ഈ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യം വരുന്ന തരം ഇംഗ്ലീഷ് വേർഡ്സ് അല്ലേ? പക്ഷേ പലപ്പോഴും ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചില കൺഫ്യൂഷൻ നമുക്ക് തോന്നാറില്ലേ? ഉദാഹരണത്തിന് ഈ ഓൾ, എവ്രി, ഈച്ച്, ഇത് മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം? അതുപോലെ എവ്രി വണ്ണും ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. കൂടാതെ ഈ വാക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷിലെ സെൻറ്റൻസസ് കോൺഫിഡൻ്റ് ആയി പറയാൻ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അവസാനമുള്ള ഷോർട്ട് ക്വിസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ സെൻറ്റൻസ് നോക്കൂ. എല്ലാ കുട്ടികൾക്കും കഥകൾ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്നാണല്ലോ പറഞ്ഞത്. ഈ എല്ലാ എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്ന വാക്ക് ഓൾ ആണ്. എന്ത് പറയും? ഓൾ കുട്ടികൾ എന്നാണ് പറയുന്നത്. കുട്ടീനാണെങ്കിൽ ചൈൽഡ് എന്ന് പറയായിരുന്നു. കുട്ടികളിനായതുകൊണ്ട് ചിൽഡ്രൻ എന്ന് പറയണം. ഓൾ ചിൽഡ്രൻ അവർക്ക് കഥകൾ ഇഷ്ടമാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടമാവുക എന്നുള്ളതിന് ടു ലൈക്ക് എന്നോ ടു ലവ് എന്നോ പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ലവ് എന്ന വാക്ക് യൂസ് ചെയ്യാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ പറയുന്നത് ഓൾ ചിൽഡ്രൻ ലവ്, ശ്രദ്ധിച്ചോ, ലവ് കഥകൾ, അതിന് സ്റ്റോറീസ് എന്ന് പറയാം. ഓൾ ചിൽഡ്രൻ ലവ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറലാണ് അല്ലേ? ഒന്നിലധികം പേരുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ലവ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ ഞാൻ എസ് ചേർത്തിട്ടില്ല, ലവ്സ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കഥകൾ ഇഷ്ടമാണ് എന്നർത്ഥം വന്നു. പക്ഷേ ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് ഈ ഓളിന് പകരം വേറൊരു വാക്കും യൂസ് ചെയ്യാം. അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏത് വാക്കാണ്? എവ്രി. എന്താ പറയാന്നറിയാമോ? എവ്രി. ഇനി ശ്രദ്ധിക്കണം, ഓൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞു, പക്ഷേ എവ്രിയുടെ കൂടെ ചൈൽഡ് എന്ന് പറയണം. എവ്രി ചൈൽഡ്, വേർബും ശ്രദ്ധിക്കണം, ചൈൽഡ് ആയതുകൊണ്ട് ലവ്സ്. എവ്രി ചൈൽഡ് ലവ്സ് സ്റ്റോറീസ്. അവിടെയും കഥകൾ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ വ്യത്യാസം മനസ്സിലായോ? ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മളിവിടെ വേർബിൻ്റെ കൂടെ എസ് ചേർത്തു. അപ്പോൾ ഒരേ അർത്ഥമാണ് രണ്ടിനും. ഓൾ ചിൽഡ്രൻ ലവ് സ്റ്റോറീസ്, എവ്രി ചൈൽഡ് ലവ്സ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ എവ്രി എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയും എന്നാണോ അർത്ഥം വരുന്നതെന്ന്. ആ അർത്ഥമല്ല ഇവിടെ വരുന്നത്. എല്ലാ കുട്ടികളെന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കുട്ടികളെയും പറ്റി പറയാണ്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം, നമ്മളിവിടെ ഓരോ കുട്ടിയെയും പറ്റി അവിടെ എടുത്തൊന്ന് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നത് എല്ലാ കുട്ടികളെയും മൊത്തത്തിൽ പറ്റി തന്നെയാണ് രണ്ടും കേട്ടോ. അപ്പോൾ ഓൾ ചിൽഡ്രൻ ലവ് സ്റ്റോറീസ്, എവ്രി ചൈൽഡ് ലവ്സ് സ്റ്റോറീസ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് എവ്രി എന്നുള്ളതും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നോക്കാം. എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കണം. അപ്പോൾ എല്ലാ യാത്രക്കാരും ഇതേപോലെ നമുക്ക് ഓൾ വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഓൾ യാത്രക്കാർ എന്നുള്ളതിന് എന്താ പറയുക? പാസഞ്ചേഴ്സ് എന്നല്ലേ? ഓൾ പാസഞ്ചേഴ്സ് അവരെന്താ ചെയ്യേണ്ടത്? സീറ്റ് ബെൽറ്റ് ധരിക്കണം. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ നിർബന്ധമായിട്ട് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഉപദേശം പോലെയോ ഒക്കെ പറയുകയാണല്ലേ. അവിടെ നമുക്ക് വേണമെങ്കിൽ ഷുഡ് ചേർക്കാം, അല്ലെങ്കിൽ മസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ഞാൻ മസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓൾ പാസഞ്ചേഴ്സ് മസ്റ്റ്, അവരെന്താ ചെയ്യേണ്ടത്? ധരിക്കണം. ധരിക്കുക എന്നുള്ളതിന് ടു വെയർ എന്നാണ് പറയുക. അപ്പോൾ ഓൾ പാസഞ്ചേഴ്സ് മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. കണ്ടോ? ഓൾ പാസഞ്ചേഴ്സ് മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. ഓൾ പാസഞ്ചേഴ്സ് എന്ന് വന്നു. ഇനി ഞാൻ എവ്രി യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് പറയും? എവ്രി പാസഞ്ചർ. ശ്രദ്ധിച്ചല്ലോ, പാസഞ്ചേഴ്സ് ഇല്ല, എവ്രി പാസഞ്ചർ. ഇവിടെ ഇത് തന്നെയാണ് വരിക. കാരണം ഈ മസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡൽ വേർബ് അല്ലേ? മോഡൽ വേർബ്സ് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ അവിടെ ഒരു വ്യത്യാസം വരില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇത് തന്നെ പറയാണ്. എവ്രി പാസഞ്ചർ മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. മനസ്സിലായോ? ഇവിടെ ഓൾ ചിൽഡ്രൻ കഴിഞ്ഞിട്ട് മോഡൽ വേർബ് അല്ല, ഒരു റിയൽ വേർബാണ് വന്നത്. മെയിൻ വേർബായിട്ട് വന്നത് ലവ്, ഒരു വേർബാണ്. അവിടെ നമ്മൾ എസ് ഇല്ലാതെ പറഞ്ഞു, എവ്രി ചൈൽഡ് ലവ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഓൾ പാസഞ്ചേഴ്സ് വന്നതൊരു മോഡൽ വേർബാണ്. അത് കഴിഞ്ഞിട്ട് അത് പാസഞ്ചേഴ്സ് ആണെങ്കിലും പാസഞ്ചർ ആണെങ്കിലും ഒരേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തു. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള 2 സെൻറ്റൻസസ് കൂടെ ഞാൻ തരികയാണ്. കൂടാതെ അതിൻ്റെ നെഗറ്റീവ് കൂടെ ഫോം ചെയ്യാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തത്, എല്ലാ ചെടികളും ഓക്സിജൻ പുറത്തു വിടുന്നു. ഇത് ഓക്സിജനാണ്, അറിയാലോ. അപ്പോൾ എന്ത് പറയും? എല്ലാ ചെടികളും. നമുക്ക് ഓൾ വെച്ച് ആദ്യം സെൻറ്റൻസ് ഉണ്ടാക്കാം.
ഇവിടെ പറയുക ഓൾ പ്ലാന്റ്സ്, കണ്ടോ ഞാൻ പറഞ്ഞത്, ഓൾ പ്ലാന്റ്സ് ഓക്സിജൻ പുറത്ത് വിടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുറത്ത് വിടുക എന്നുള്ളതിന് ഒന്നില്ലെങ്കിൽ ടു എമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു റിലീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഗിവ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. ഓൾ പ്ലാന്റ്സ് ഗിവ് ഔട്ട്, അവരെന്താണ് പുറത്ത് വിടുന്നത്? ഓക്സിജൻ. ഗിവ് ഔട്ട് ഓക്സിജൻ. ഓൾ പ്ലാന്റ്സ് ഗിവ് ഔട്ട്, ഗിവ്സ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഗിവ് ഔട്ട് ഓക്സിജൻ. ഇനി നമുക്കിത് എവ്രി യൂസ് ചെയ്തും പറയാം. എന്ത് പറയും? എവ്രി, നിങ്ങളത് പറഞ്ഞു നോക്കിയേ, ഓൾ പ്ലാന്റ്സ്, പക്ഷെ എവ്രി പ്ലാന്റ്. എവ്രി പ്ലാന്റ്, അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വരിക? ഗിവ്സ് ഔട്ട്, കണ്ടോ, ഗിവ്സ് ഔട്ട് ഓക്സിജൻ. ഇവിടെ ഒരു കാര്യം കേട്ടോ, നിങ്ങൾ വിചാരിക്കും ഗിവ് ഔട്ട് എന്ന് പറഞ്ഞു വന്നിട്ട് എസ് ഇവിടെയാണല്ലോ ചേർത്തതെന്ന്. ആ വേർബ് ഗിവ് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസിൽ വേർബിൽ ഗിവ് ആണല്ലോ വേർബ്, അതിൻ്റെ കൂടെയാണ് നമ്മൾ എസ് ചേർക്കുന്നത്. ഇവിടെ അല്ലാട്ടോ ചേർക്കുക. അപ്പോൾ എവ്രി പ്ലാന്റ് ഗിവ്സ് ഔട്ട് ഓക്സിജൻ. കണ്ടല്ലോ. അടുത്തത്, എല്ലാ കുട്ടികൾക്കും കളിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? സാധാരണ അങ്ങനെയല്ലേ, എല്ലാ കുട്ടികൾക്കും കളിക്കാൻ ഇഷ്ടമാണ്. എന്ത് പറയും? മുൻപ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഓൾ ചിൽഡ്രൻ, അതിന് വരെ ഞാനിവിടെ ഓൾ കിഡ്സ് എന്ന് പറയാൻ കേട്ടോ. ഓൾ കിഡ്സ് കളിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ലവ് എന്ന് തന്നെ പറയാം. ലവ് ടു പ്ലേ, കളിക്കുക എന്നുള്ളതിന് ടു പ്ലേ എന്നല്ലേ പറയുന്നത്. കളി ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്, ടു പ്ലേ, കളിക്കാൻ. ഓൾ കിഡ്സ് ലവ് ടു പ്ലേ. കളി ഇഷ്ടമാണെന്ന് പറയാൻ വേണമെങ്കിൽ ഓൾ കിഡ്സ് ലവ് പ്ലേയിങ് എന്നും പറയായിരുന്നു. അപ്പോൾ ഇവിടെ ഓൾ കിഡ്സ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ എവ്രി യൂസ് ചെയ്ത് പറയാണ്. അതെന്ത് പറയുമെന്ന് നിങ്ങൾക്ക് പറയാം, അല്ലേ? എവ്രി കിഡ്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എവ്രി ആയതുകൊണ്ട് കിഡ് ലവ്സ് ടു പ്ലേ. കണ്ടോ, ഇവിടെയാണ് വ്യത്യാസം വന്നതെന്ന്. ഓൾ കിഡ്സ് ലവ്, എവ്രി കിഡ് ലവ്സ്. ശ്രദ്ധിച്ചോ അത്? ഇനി എനിക്ക് പറയേണ്ടത് ഇതിൻ്റെ നെഗറ്റീവാണ്. എനിക്ക് പറയണം എല്ലാ കുട്ടികൾക്കും കളിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയണം. എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് പറയും? ഇവിടെ നമുക്കൊരു വ്യത്യാസം വരുത്തണം. ഇവിടെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നെഗറ്റീവ്, ഓൾ, ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയുക നോട്ട് ഓൾ കിഡ്സ് ലവ് ടു പ്ലേ എന്നാണ്. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കിയതെന്ന് കണ്ടോ? ഓൾ കിഡ്സ് എന്നുള്ളതിന് പകരം നോട്ട് ഓൾ കിഡ്സ് എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ആ നെഗറ്റീവ് ഇവിടെ ചേർത്തപ്പോൾ ആ നെഗറ്റീവ് മീനിങ് വന്നു. നോട്ട് ഓൾ കിഡ്സ് ലവ് ടു പ്ലേ, എവ്രി കിഡ് ലവ്സ് ടു പ്ലേ. ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോട്ട് ചേർക്കുക? അവിടെയും ഇവിടെ തന്നെ നോട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ പറയുക നോട്ട് എവ്രി കിഡ് ലവ്സ് ടു പ്ലേ. മനസ്സിലായില്ലേ? അവിടെ നെഗറ്റീവ് ആക്കാൻ ഓളിന് മുൻപ് നോട്ട് ചേർക്കാം, അല്ലെങ്കിൽ എവ്രിക്ക് മുൻപ് നോട്ട് ചേർക്കാം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് നെഗറ്റീവ് ആക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ സെൻറ്റൻസസിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഓൾ ചിൽഡ്രൻ അല്ലെങ്കിൽ ഓൾ പാസഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഓൾ കഴിഞ്ഞിട്ട് ആ നൗൺ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ കണ്ടു ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ എവ്രി കഴിഞ്ഞിട്ട് ചൈൽഡ് അല്ലെങ്കിൽ എവ്രി പാസഞ്ചർ എന്ന സിംഗുലർ ഫോമിൽ യൂസ് ചെയ്തു. അങ്ങനെ കണ്ടതിനർത്ഥം ഈ ഓൾ വരുന്നിടത്തെല്ലാം എവ്രി യൂസ് ചെയ്യാമെന്നല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എവ്രി യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണെന്നേ ഉള്ളൂ. നോക്കൂ, ഇവിടെ ഞാൻ പറയുന്നത് സഹായിച്ച എല്ലാവർക്കും നന്ദി എന്നാണ്. കണ്ടോ, എല്ലാവർക്കും. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്കും എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും എന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ എന്താ പറയാൻ നോക്കൂ, സഹായിച്ച എല്ലാവർക്കും നന്ദി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് തുടങ്ങുന്നത്. എനിക്ക് പറയാം താങ്ക്സ്, ആർക്ക്? എല്ലാവർക്കുമാണ് നന്ദി പറയുന്നത്. താങ്ക്സ് ടു ഓൾ, എങ്ങനെയുള്ള എല്ലാവർക്കും? സഹായിച്ച എല്ലാവർക്കും. താങ്ക്സ് ടു ഓൾ ഹൂ ഹെൽപ്ഡ് എന്ന് പറയാം. താങ്ക്സ് ടു ഓൾ ഹൂ ഹെൽപ്ഡ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, താങ്ക്സ് ടു ഓൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൾ പീപ്പിളിനോ അല്ലെങ്കിൽ ഓൾ ചിൽഡ്രനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓൾ കഴിഞ്ഞിട്ട് അവിടെ നൗൺ വന്നിട്ട് പോലും ഇല്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഓൾ എന്നുള്ളത് ഒരു പ്രൊനൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രൊനൗൺ? ഇപ്പോൾ ഞാൻ സാറയെ പറ്റി പറയാണ്, സാറയ്ക്ക് പകരം എനിക്ക് ഷീ എന്നൊരു വാക്ക് യൂസ് ചെയ്യാമല്ലോ. അതാണ് ഞാൻ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഓൾ എന്നുള്ളത് ഒരു നൗണിന് പകരം യൂസ് ചെയ്തിരിക്കുകയാണ്. പീപ്പിളിന് പകരം ഓളിന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ താങ്ക്സ് ടു ഓൾ ഹു ഹെൽപ്ഡ്. ഇതേപോലെ എങ്ങനെയാണ് നമ്മൾ എവ്രി യൂസ് ചെയ്തെന്ന് നോക്കൂ. എനിക്ക് പറയാം താങ്ക്സ് ടു എവ്രി അല്ല, താങ്ക്സ് ടു എവ്രി വൺ ഹു ഹെൽപ്ഡ്. ഞാൻ എങ്ങനെയാണ് എവ്രി വൺ എഴുതിയതെന്ന് നിങ്ങൾ കണ്ടോ? അവിടെ ഞാനിത് ഒറ്റ വാക്കായിട്ടാണ് എഴുതിയത്.
താങ്ക്സ് ടു എവ്രി വൺ. അപ്പോൾ ഇവിടെ എവ്രി വൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓൾ പീപ്പിൾ എന്നാണ്. ഓൾ പീപ്പിൾ എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ എവ്രി വൺ എന്ന് യൂസ് ചെയ്തു. താങ്ക്സ് ടു എവ്രി വൺ ഹു ഹെൽപ്പ്. അപ്പോൾ കണ്ടല്ലോ, എവ്രി പീപ്പിൾ എന്ന് ഞാൻ പറഞ്ഞില്ല, എവ്രി വൺ. അപ്പോൾ ഈ എവ്രി വൺ എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൊനൗൺ ആയിട്ടാണ് വരുന്നത്. ആളുകൾ എന്നുള്ളതിന് പകരം എവ്രി വൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും എല്ലാ ആളുകളും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എവ്രി വൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ വൺ എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാളെ പറ്റിയാണ് പറയുന്നതെന്ന്. താങ്ക്സ് ടു എവ്രി വൺ ഹു ഹെൽപ്പ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരെയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാവർക്കും സ്വാഗതം എങ്ങനെ പറയും? അവിടെ പറയാം ഓൾ ആർ വെൽക്കം. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഓൾ എന്ന് വെച്ചാൽ ഓൾ പീപ്പിളിനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ പീപ്പിൾ എന്നൊന്നും പറയണ്ട, എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും സ്വാഗതം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മലയാളത്തിൽ. അതേപോലെ ഇംഗ്ലീഷിലും ഓളിന് മാത്രം പറഞ്ഞു, ഓൾ ആർ വെൽക്കം. അതേപോലെ എനിക്ക് എവ്രി വൺ യൂസ് ചെയ്ത് പറയാം. എവ്രി വൺ, നിങ്ങൾ പറയൂ എന്ത് വരും ഇനി? എവ്രി വൺ, ഇതൊറ്റ വാക്കാണ് കേട്ടോ. എവ്രി വൺ ഇസ് വെൽക്കം. കണ്ടോ? ഒന്നില്ലെങ്കിൽ ഓൾ ആർ വെൽക്കം, അല്ലെങ്കിൽ എവ്രി വൺ ഇസ് വെൽക്കം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ ഓൾ അല്ലെങ്കിൽ എവ്രി എല്ലാം കഴിഞ്ഞിട്ട് ആ നൗൺ വന്നിട്ടില്ല. ആ നൗണിന് പകരം എവ്രി വൺ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതൊരു പ്രൊനൗൺ ആയിട്ടാണ് വന്നതെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്തത്, എല്ലാവർക്കും ആ തീരുമാനം ഇഷ്ടമായി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തീരുമാനം എടുത്തു, അത് എല്ലാവരും ഹാപ്പിയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓരോ വാക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു അർത്ഥം കിട്ടുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഓൾ were ഹാപ്പി, അതായത് ആ തീരുമാനത്തിൽ എല്ലാവരും ഹാപ്പിയാണ്, സന്തുഷ്ടരാണെന്ന്. ഓൾ were ഹാപ്പി വിത്ത് ദ ഡിസിഷൻ. ആ ഒരു തീരുമാനം, അത് എല്ലാവരും അതിൽ സന്തുഷ്ടരായി. ഓൾ were ഹാപ്പി വിത്ത് ദ ഡിസിഷൻ. കണ്ടോ? ഓൾ were എന്ന് ഞാൻ പറഞ്ഞത്. എവ്രി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക? ഓൾ എന്ന് പറഞ്ഞതുപോലെ എവ്രി വൺ എന്ന് പറയണം. എവ്രി വൺ വാസ് ഹാപ്പി വിത്ത് ദ ഡിസിഷൻ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഓൾ were ഹാപ്പി അല്ലെങ്കിൽ എവ്രി വൺ വാസ് ഹാപ്പി. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ എവ്രി വൺ എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ എല്ലാ ആളുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇനി നമ്മൾ എവ്രിയുടെ ഒരു പ്രത്യേക യൂസും മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവിടെയാണ് പലർക്കും തെറ്റ് പറ്റാറുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ. ആദ്യത്തെ സെൻറ്റൻസ്, നിങ്ങളെല്ലാവരും ക്ഷീണിതരായി കാണപ്പെടുന്നു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് പേരിൻ്റെ മുൻപിലുണ്ട്, ആ നിങ്ങളെ പറ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും, അല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ പറ്റിയും അല്ല പറയുന്നത്, നിങ്ങളെല്ലാവരും. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുകയെന്നറിയാമോ? ആദ്യം ഓൾ വെച്ച് നമുക്ക് പറയാം. ഓൾ ഓഫ് യു. നിങ്ങൾ ശ്രദ്ധിച്ചോ? മലയാളത്തിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും, അതുപോലെ ഓൾ യു എന്നല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, ഓൾ ഓഫ് യു, നിങ്ങൾ എല്ലാവരും ക്ഷീണിതരായി കാണപ്പെടുന്നു. അപ്പോൾ കാണപ്പെടുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ലുക്ക് എന്ന് പറയാം. എങ്ങനെയാണ് കാണപ്പെടുന്നത്? ക്ഷീണിതരായി. അപ്പോൾ ഓൾ ഓഫ് യു ലുക്ക് ടയർഡ്. ശ്രദ്ധിച്ചല്ലോ? ഓൾ ഓഫ് യു ലുക്ക്, ഓൾ ആയതുകൊണ്ട് എസ് ചേർത്തില്ല. ഓൾ ഓഫ് യു ലുക്ക് ടയർഡ്. ഇവിടെ നമുക്ക് എവ്രി വൺ യൂസ് ചെയ്യാം, പക്ഷെ അതെങ്ങനെയെന്നുള്ളിടത്താണ് ശ്രദ്ധ പോകേണ്ടത്. ഞാൻ പറയുന്നത് എവ്രി വൺ ഓഫ് യു. ശ്രദ്ധിച്ചോ? എവ്രി വൺ എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഞാനത് ഒരു വാക്കായിട്ട് ചേർത്തല്ല എഴുതിയത്, എവ്രി വൺ. മുൻപ് നമ്മൾ എവ്രി വണ്ണിന് ചേർത്ത് പറഞ്ഞില്ലേ ഓൾ എന്ന അർത്ഥത്തിൽ? അവിടുത്തെ ഒറ്റ വാക്കായിട്ട്, അതൊരു പ്രൊനൗൺ ആയിട്ടാണ് വന്നത്. ഇവിടെ പക്ഷെ രണ്ട് വാക്കുകളുടെ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഫ്രേസ് ആയിട്ടാണ് വരുന്നത്. എവ്രി വൺ ഓഫ് യു, നിങ്ങളിൽ ഓരോരുത്തരും എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എവ്രി വൺ ഓഫ് യു. നിങ്ങൾക്കറിയാലോ എവ്രി വരുമ്പോൾ വേർബ് എപ്പോഴും സിംഗുലർ ആയിട്ട് വരണ്ടേ? എവ്രി വൺ ഓഫ് യു ലുക്ക് അല്ല, ലുക്സ് ടയർഡ്. ശ്രദ്ധിക്കണം, ഇവിടെ പലർക്കും പറ്റുന്നൊരു തെറ്റ്, ഈ യു കാണുമ്പോൾ ഇവിടെ ലുക്കല്ലേ വരേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ പറയുന്നത് എവ്രി വൺ ഓഫ് യു. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഒരാളെ പറ്റിയാണ് പറയുന്നത്, ഓരോരുത്തരെയും പറ്റി. അപ്പോൾ എവ്രി വൺ ഓഫ് യു ലുക്സ് ടയർഡ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. അവരെല്ലാവരും ഉറങ്ങുകയാണ്. അവർ എല്ലാവരും എന്തു പറയും? ഓൾ ഓഫ് ദെം. സത്യത്തിൽ നമ്മൾ ഓൾ ഓഫ് ദേ എന്നല്ലേ പറയേണ്ടതെന്ന് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓൾ ഓഫ് ദേ അല്ല, ഓൾ ഓഫ് ദെം എന്ന് പറയണം. അവരിൽ എല്ലാവരും. അപ്പോൾ ഓൾ ഓഫ് ദെം ഉറങ്ങുകയാണ്. ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കം, അല്ലേ? അപ്പോൾ ഓൾ ഓഫ് ദെം ആർ സ്ലീപ്പിംഗ് എന്ന് പറയും.
പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പം നടക്കുകയല്ലേ. ഓൾ ഓഫ് ദെം ആർ സ്ലീപ്പിംഗ്. ഇവിടെ എങ്ങനെയാണ് എവ്രി വൺ ഉപയോഗിച്ച് പറയുന്നത്? ഇതുപോലെ തന്നെ പറയണം കേട്ടോ. എവ്രി വൺ ഓഫ് ദെം, കണ്ടോ, എവ്രി വൺ ഓഫ് ദെം, എവ്രി വൺ ഓഫ് ദെം, എവ്രി വന്നതുകൊണ്ട് ആറല്ല ഇസ് വരണം. എവ്രി വൺ ഓഫ് ദെം ഇസ് സ്ലീപ്പിംഗ്. മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എവ്രി വൺ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറയാം. ഇങ്ങനെ ഈ ഓഫ് ദെം അല്ലെങ്കിൽ ഓഫ് യു, ഓഫ് അസ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് രണ്ട് വാക്കായിട്ട് എവ്രി വൺ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേണം പറയാൻ. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എവ്രി വൺ ഓഫ് ദെം ഇസ് സ്ലീപ്പിംഗ്, സിംഗുലർ വരാനും ശ്രദ്ധിക്കണം. അടുത്തത്, എൻ്റെ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയിരിക്കുന്നു, അതായത് നശിച്ചു പോയിരിക്കുന്നു എന്ന്. അപ്പോൾ എന്ത് പറയും? എൻ്റെ എല്ലാ ചെടികളും. അപ്പോൾ ഓൾ മൈ വേണമെങ്കിൽ നമുക്ക് ഓൾ ഓഫ് മൈ പ്ലാന്റ്സ്, എൻ്റെ എല്ലാ ചെടികളും. അപ്പോൾ ഇവിടെ ഞാൻ ലോകത്തുള്ള എല്ലാ ചെടികളെയും പറ്റി അല്ലാട്ടോ പറയുന്നത്, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പറ്റിയാണ്. എൻ്റെ എല്ലാ ചെടികളും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓൾ മൈ പ്ലാന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ ഓഫ് മൈ പ്ലാന്റ്സ് എന്ന് പറയാം. ഓൾ മൈ പ്ലാന്റ്സ് എന്താ പറയുന്നത്? ഉണങ്ങിപ്പോയിരിക്കുന്നു എന്നൊരർത്ഥം കിട്ടാൻ ഹാവ് ഡൈഡ് എന്ന് പറയും. നമ്മൾ മലയാളത്തിലെ ചെടികൾ മരിച്ചു എന്ന് പറയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നശിച്ചു പോയി, അത് ഉണങ്ങിപ്പോയി എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ പ്ലാന്റ്സ് ഹാവ് ഡൈഡ് എന്ന് പറയാം. അപ്പോൾ കണ്ടോ, ഓൾ ഓഫ് മൈ പ്ലാന്റ്സ് ഹാവ് ഡൈഡ്. ഇത് നമ്മളെങ്ങനെ എവ്രി യൂസ് ചെയ്ത് പറയും? അവിടെ പറയുക എവ്രി വൺ ഓഫ് മൈ പ്ലാന്റ്സ്, എവ്രി വൺ ഓഫ് മൈ പ്ലാന്റ്സ്. ശ്രദ്ധിക്കണം, ഹാവ് അല്ല ഹാസ് ഡൈഡ്. കണ്ടോ എങ്ങനെയത് വന്നതെന്ന്? എവ്രി വൺ രണ്ടായിട്ട് എഴുതി, വൺ ഓഫ് മൈ പ്ലാന്റ്സ് ഹാസ് ഡൈഡ്. ക്ലിയർ ആയോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്? ഇതുപോലെ ഇങ്ങനെ ഓഫ് ഉപയോഗിച്ച് വരുന്ന ആ ഒരു ഫ്രേസിൽ ഇങ്ങനെയാണ് എവ്രി വൺ എന്നത് യൂസ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വാക്കുകളായിട്ട്. നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യത്തത്, എല്ലാവരും ഹാപ്പിയാണ്. എങ്ങനെ പറയുക? ഓൾ ഉപയോഗിച്ച് ഓൾ ആർ ഹാപ്പി. ശരിയല്ലേ? ഹാപ്പി ആണ് എന്നാണ് പറഞ്ഞത്, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എല്ലാവരും, അവിടെ ആർ എന്ന് പറഞ്ഞു, ഓൾ ആർ ഹാപ്പി. ഇവിടെ എവ്രി വൺ എങ്ങനെ യൂസ് ചെയ്യുക? എവ്രി വൺ അവിടെ നമ്മൾ ഒരുമിച്ച് എഴുതണം കേട്ടോ, എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ. എവ്രി വൺ ഇസ് ഹാപ്പി. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ ആളുകളും എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ആളുകളെ പറ്റി, ഹ്യൂമൻ ബീങ്സിനെ പറ്റി പറയുമ്പോൾ ഓൾ പീപ്പിൾ ആർ ഹാപ്പി എന്ന് പറയില്ല, അതിന് പകരം എവ്രി വൺ ആണ് യൂസ് ചെയ്യുക. നമ്മൾ എവ്രി വൺ ഇസ് ഹാപ്പി എന്നാണ് സാധാരണ പറയുക. ഇനി ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു, അവിടെ എന്ത് പറയും? ഞങ്ങൾ എല്ലാവരും. ഓൾ ഓഫ് അസ്, ശ്രദ്ധിക്കണം കേട്ടോ, ഓൾ ഓഫ് വി അല്ല, ഓൾ ഓഫ് അസ്. എഴുന്നേറ്റ് നിന്നു എന്ന് പറയാൻ സ്റ്റുഡ് അപ്പ് എന്ന് പറയും. സ്റ്റാൻഡപ്പ് ആണ് എഴുന്നേറ്റ് നിൽക്കൽ, അതിന് പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റുഡ് അപ്പ്. ഓൾ ഓഫ് അസ് സ്റ്റുഡ് അപ്പ്. ഇനി ഇത് എവ്രി ഉപയോഗിച്ച് എങ്ങനെ പറയും? അവിടെ ശ്രദ്ധിക്കണം, എവ്രി വൺ ഓഫ് അസ് സ്റ്റുഡ് അപ്പ്. കണ്ടല്ലോ? ഇവിടെ എവ്രി വൺ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്തത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഈ ഓഫ് ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എവ്രി വൺ ഓഫ് അസ്, അവിടെ അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതണം. ഇനി ഇത് എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം ഉണ്ടാവാം, ഈ എവ്രി വൺ ആണല്ലോ നമ്മൾ ഇതുവരെ കണ്ടത്, എവ്രി വണ്ണും എവ്രിബോഡിയും ഒരേപോലെ തന്നെ ഉപയോഗിക്കാമോ? രണ്ടിനും ഒരേ അർത്ഥമാണ്, ചെറിയൊരു വ്യത്യാസമുള്ളത്. എവ്രിബഡി എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഇൻഫോർമലായിട്ട് കാഷ്വലായിട്ട് യൂസ് ചെയ്യും. എവ്രി വൺ എന്നുള്ളത് കുറച്ചുകൂടെ ഫോർമലായിട്ടുള്ള സെറ്റിങ്സിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണല്ലോ. അപ്പോൾ ഹാസ് എവ്രി വൺ, എല്ലാവരും, ഓളിന് പകരം ഹാസ് എവ്രി വൺ ഡൺ ദ ഹോംവർക്ക് എന്ന് ചോദിക്കാം ഒന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ എവ്രിബഡി എന്നുള്ളതും യൂസ് ചെയ്യാം. കാരണം രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇത് കുറച്ചുകൂടെ കാഷ്വൽ ആണ് അല്ലെങ്കിൽ ഇൻഫോർമൽ ആണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഫോർമലുമാണ്. ഇനി എവിടേക്കാണ് ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഇനി നമുക്ക് നോക്കാം. ഈ സെൻറ്റൻസസ് കണ്ടോ? കുട്ടി രാത്രി മുഴുവൻ കരയുകയായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ദ ബേബി വാസ് ക്രൈയിങ് ഓൾ നൈറ്റ് എന്ന് പറയാം. അപ്പോൾ രാത്രി മുഴുവൻ എന്നൊരർത്ഥം കിട്ടാനാണ് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഓൾ ത്രൂ ദ നൈറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ
ഈ ഓൾ നൈറ്റിന് പകരം എവ്രി നൈറ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, അർത്ഥം മാറിപ്പോവും. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു രാത്രി മുഴുവൻ അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, ദ ബേബി വാസ് ക്രൈങ് എവ്രി നൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രികളിലും കരയുകയായിരുന്നു എന്നൊരർത്ഥം വരും. അപ്പോൾ ഈ ഒരു മീനിങ് കിട്ടാൻ ഇവിടെ നമ്മൾ എവ്രി എന്ന് ഓളിന് പകരം യൂസ് ചെയ്യരുത്. മനസ്സിലായല്ലോ? അടുത്തത് ഇതേപോലെ തന്നെയാണ് അടുത്തതും. അവർ പകൽ മുഴുവൻ ഗെയിംസ് കളിക്കുകയായിരുന്നു, വീഡിയോ ഗെയിംസ് കളിക്കുകയായിരുന്നു കുട്ടികൾ. അപ്പോൾ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ദേ വർ പ്ലേയിങ് ഗെയിംസ് ഓൾ ഡേ. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞത് ഓൾ ഡേ എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ദിവസം മുഴുവൻ, അതായത് പകൽ മുഴുവൻ എന്ന അർത്ഥത്തിലാണ്. അവിടെ നമ്മൾ ഓൾ ഡേ എന്നുള്ളതിന് പകരം എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പകൽ നേരത്തെ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അർത്ഥം വരും അല്ലേ. അപ്പോൾ മീനിങ് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പാടില്ല, വേറെ മീനിങ് ആണ് വരിക. അതുപോലെ ഇത് നോക്കൂ, എനിക്കറിയേണ്ടത് ഇത് മാത്രമാണ്, അതായത് ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അറിയേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഓൾ യൂസ് ചെയ്ത് പറയാൻ പറ്റും. എന്താ പറയുക? ഓൾ ദാറ്റ് ഐ വാണ്ട് ടു നോ, അതായത് എനിക്കറിയേണ്ടത്, എനിക്ക് ആകെ അറിയേണ്ടതെന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഓൾ ദാറ്റ് ഐ വാണ്ട് ടു നോ ഇസ് ദിസ്. കണ്ടല്ലോ ഇവിടെ ഞാൻ ഓൾ എന്ന് പറഞ്ഞത്. ഓൾ ദാറ്റ് ഐ നീഡ് ഇസ് ദിസ്, എനിക്ക് ആകെ ആവശ്യമുള്ളത് ഇതാണ്. ഓൾ ദാറ്റ് ഐ വാണ്ട് ഇസ് ദിസ് എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ നമുക്ക് ഈ ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പറ്റുമോ? എവ്രി ദാറ്റ് ഐ വാണ്ട് ടു നോ ഇസ് ദിസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ കാണുന്ന സെൻറ്റൻസസിലും നമുക്ക് ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നോക്കാം. അയാൾ ഒറ്റയ്ക്കിരുന്നു. അപ്പോൾ തീർത്തും തനിയെ ഇരുന്നു എന്നൊരർത്ഥം കിട്ടാൻ ഇവിടെ നമ്മൾ ഓൾ യൂസ് ചെയ്യും. എന്ത് പറയുന്നറിയാമോ? ഹീ സാറ്റ് ഓൾ എലോൺ എന്ന് പറയും. ഹീ സാറ്റ് എലോൺ എന്ന് പറഞ്ഞാൽ തനിയെ ഇരുന്നു എന്നൊരർത്ഥമാണ്. പക്ഷെ തീർത്തും ഒറ്റയ്ക്കായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് എന്നൊരർത്ഥം കിട്ടാനാണ് ഇവിടെ സാറ്റ് ഓൾ എലോൺ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓൾ വന്നല്ലോ, പക്ഷേ ഇവിടെ ഹീ സാറ്റ് എവ്രി എലോൺ നമ്മൾ പറയുമോ? ഇല്ല. അപ്പോൾ ഇവിടെയും എവ്രി യൂസ് ചെയ്യാൻ പാടില്ല, സാധിക്കില്ല അങ്ങനെ യൂസ് ചെയ്യാൻ. ഇനി അടുത്തത്, അവൾ വെള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൾ തീർത്തും, അതായത് കംപ്ലീറ്റ്ലി വെള്ള ഡ്രസ്സ് മാത്രമാണ് ഇട്ടിരുന്നതെന്നാണെങ്കിൽ അവിടെ നമ്മൾ ഓൾ യൂസ് ചെയ്യും. അപ്പോൾ എന്ത് പറയും? ഷീ വാസ് ഡ്രെസ്ഡ് ഓൾ ഇൻ വൈറ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓൾ ഇൻ വൈറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്തും പൂർണ്ണമായും വൈറ്റ് ഡ്രസ്സ് മാത്രമാണ് ഇട്ടിരുന്നതെന്നാണ്. അപ്പോൾ അവിടെയും നമുക്ക് എവ്രി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഓൾ എന്നുള്ളത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഓൾ ആഡ്വേർബ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്? ഓൾ ഇൻ വൈറ്റ്. ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതും, അയാൾ തനിയെയാണ് കഴിയുന്നത്, അതായത് തീർത്തും ഒറ്റയ്ക്കാണ് കഴിയുന്നത് എന്നൊരർത്ഥം കിട്ടാൻ എന്താ പറയുക? ഹീ ലിവ്സ് ഓൾ എലോൺ. മുമ്പ് ഷീ സാറ്റ് ഓൾ എലോൺ എന്ന് പറഞ്ഞതുപോലെ ഹീ ലിവ്സ് ഓൾ എലോൺ. കേട്ടോ, അവിടെയും ഒറ്റയ്ക്ക്, തീർത്തും ഒറ്റയ്ക്കാണ് കഴിയുന്നത്, ഓൾ എലോൺ. അവിടെയും ഓളിന് പകരം എവ്രി എലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് തെറ്റാവും. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കുട്ടികളാകെ ഭയന്ന് പോയി എന്നൊക്കെ, അവിടെ നമ്മൾ ഓൾ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയും? ദ കിഡ്സ് ഗോട്ട് ഓൾ സ്കെയർഡ് എന്ന് പറയും. ഭയക്കുക എന്നുള്ളതിനാണ് ടു ബി സ്കെയർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദ കിഡ്സ് ഗോട്ട് ഓൾ സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ആകെ ഭയപ്പെട്ടു പോയി എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നമുക്ക് ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പറ്റില്ല. ദ കിഡ്സ് ഗോട്ട് എവ്രി സ്കെയർഡ് എന്ന് പറയില്ലല്ലോ, തെറ്റല്ലേ? അതുപോലെയാണ് ഇവിടെയും. അവരാകെ ആവേശഭരിതരായി എന്ന് പറയില്ലേ? എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എക്സൈറ്റഡ് ആവില്ലേ? അവിടെ എന്ത് പറയും? ദേ ഗോട്ട് ഓൾ എക്സൈറ്റഡ് എന്ന് പറയാം. ഇവിടെയും ഇതുപോലെ തന്നെ, ഇവിടെ നമുക്ക് ഓളിന് പകരം എവ്രി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എവ്രി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇനി നമ്മൾ അടുത്ത വാക്ക് ഈച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോ എന്നൊരർത്ഥം വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആ ഓരോരുത്തരെയും എടുത്തു പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈച്ച് യൂസ് ചെയ്യാമെന്ന് നമുക്ക് എക്സാമ്പിൾസിൽ കൂടെ മനസ്സിലാക്കാം. ഓരോ ചോദ്യത്തിനും ഒരു മാർക്കാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഓരോ ചോദ്യത്തിനും എന്നാണ് പറയുന്നത്. ഓരോ, അവിടെ നമ്മൾ പറയുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ് എന്ന് പറയാൻ ക്യാരീസ് 1 മാർക്ക് എന്ന് പറയാം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. കണ്ടോ, ഈച്ച് ക്വസ്റ്റ്യൻസ് അല്ല, ഈച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ വരുന്ന നൗൺ സിംഗുലർ ആയിരിക്കും, ഒന്നേ ഉണ്ടാവുള്ളൂ, ഏകവചനമായിരിക്കും. അതുകൊണ്ട് വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കേണ്ടി വരും. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. അടുത്തത്, ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകം കമ്പ്യൂട്ടർ ഉണ്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ട്
കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക? ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് എ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ഈച്ച് സ്റ്റുഡൻറ്റ്, ഇവിടെ നമ്മൾ ഹാവ് അല്ല ഹാസ് എന്നാണ് പറഞ്ഞത്. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് എ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ. ഇനി അടുത്തത്, നമ്മൾ ഓരോരുത്തരും നന്നായി ചെയ്തു. കണ്ടോ, നമ്മൾ ഓരോരുത്തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കൂ, ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ തമ്മിൽ പറയാണ് നമ്മൾ ഓരോരുത്തരും നന്നായി ചെയ്തു. 2 പേരാണ് കേട്ടോ ഉള്ളത്. അവിടെ ഞാൻ പറയുന്നത് വി ഈച്ച്, കണ്ടോ, വി ഈച്ച്, നമ്മൾ ഓരോരുത്തരും, വി ഈച്ച് ഹാവ് ഡൺ വെൽ എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈച്ച് കഴിഞ്ഞിട്ട് ഹാവ് വന്നത്? ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നത് വി ആണ്. വി ഈച്ച് ഹാവ് ഡൺ വെൽ. പക്ഷേ ഇതെനിക്ക് ഇങ്ങനെയും പറയായിരുന്നു, നമ്മളിൽ ഓരോരുത്തരും എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണമെങ്കിൽ ഈച്ച് വൺ ഓഫ് എസ് അല്ലെങ്കിൽ ഈച്ച് ഓഫ് എസ്, ഈച്ച് വൺ എന്ന് പറയണമെന്നില്ല, ഈച്ച് ഓഫ് എസ് എന്ന് പറയാം. ഈച്ച് ഓഫ് എസ്, അപ്പോൾ ഹാവ് അല്ല ഹാസ് വരും. ഈച്ച് ഓഫ് എസ് ഹാസ് ഡൺ വെൽ. അപ്പോൾ രണ്ടും ഒരേ അർത്ഥമാണ്. വി ഈച്ച് എന്ന് പറയുന്നതും ഈച്ച് വൺ ഓഫ് എസ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്, പറഞ്ഞതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വി ഈച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് വി ഈച്ച് ഹാവ് ഡൺ വെൽ. ഈച്ച് വൺ ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഇതാണ് സബ്ജക്റ്റ്, ഈച്ച് സിംഗുലർ അല്ലേ, ഇതാണ് സബ്ജക്റ്റ്, പക്ഷേ ഇത് സിംഗുലർ ആയതുകൊണ്ട് ഈച്ച് വൺ ഓഫ് എസ് ഹാസ് ഡൺ വെൽ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ 2 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ 2 പേരെന്ന് പറയണമായിരുന്നെങ്കിൽ നമുക്ക് വേറൊരു വാക്കുണ്ട്, വി ബോത്ത് എന്ന് പറയാമായിരുന്നു. അപ്പോൾ അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരെന്നാണ്, ഓരോരുത്തർ എന്നർത്ഥം കിട്ടാനാണ് ഈച്ച് വന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി അടുത്തത്, നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യലാണ്. അവിടെ പറയാം ഈച്ച് വൺ ഓഫ് യു, നിങ്ങൾ ഓരോരുത്തരും എന്നല്ലേ, അപ്പോൾ ഈച്ച് വൺ ഓഫ് യു. അത് കഴിഞ്ഞ് എന്താ വരിക? സ്പെഷ്യൽ ആണ് എന്ന് പറയാൻ ഇസ് ആണ് വരേണ്ടത് അല്ലേ? ഈച്ച് വൺ എന്നായതുകൊണ്ട് ഇസ് സ്പെഷ്യൽ. കണ്ടല്ലോ, ഈച്ച് വൺ കഴിഞ്ഞിട്ട് പിന്നെ ആർ വരില്ല, ഇസ്. ഈച്ച് വൺ ഓഫ് യു ഇസ് സ്പെഷ്യൽ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, ഓരോ എന്നൊരർത്ഥം വരാൻ നമ്മൾ ഈച്ച് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു ഫ്രേസ് കേട്ട് കാണും, ഈച്ച് ആൻഡ് എവ്രി വൺ എന്ന്. അതെപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നോക്കൂ, ഞാൻ അവർ ഓരോരുത്തരോടും സംസാരിച്ചു. കണ്ടോ ഇവിടെ പറഞ്ഞത് ഓരോരുത്തരോടും. അപ്പോൾ ഓരോ എന്നൊരർത്ഥം വരാൻ ഈച്ച് എന്ന് പറയുമല്ലോ, അത് ഒന്നുകൂടി എടുത്തു പറയാൻ ഓരോരുത്തരോടും എന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുക ഐ സ്പോക്ക്, സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക് എന്ന് പറയും, സംസാരിച്ചു, പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. ഐ സ്പോക്ക് ടു അവരോരോരുത്തരോടും. അവിടെ പറയുന്നത് ഐ സ്പോക്ക് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദെം എന്നാണ്. എവ്രി വൺ എങ്ങനെ എഴുതിയെന്ന് കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട്. ഐ സ്പോക്ക് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദെം, അവർ ഓരോരുത്തരോടും. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്, ഈച്ച് ആൻഡ് എവ്രി വൺ. ഇനി അടുത്തത് നോക്കൂ, ഓരോ വിദ്യാർത്ഥിയും തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു. അതായത് പറ്റുന്നത്ര ബെസ്റ്റായിട്ട്, ഏറ്റവും ബെസ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ നമുക്കിങ്ങനെ വിദ്യാർത്ഥി എന്ന് പറയാം. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ വിദ്യാർത്ഥി എന്നും പെൺകുട്ടിയാണെങ്കിൽ വിദ്യാർത്ഥിനി എന്നും പറയാം അല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പറയില്ല. സ്റ്റുഡൻ്റ് എന്നുള്ളത് മാസ്കുലിനോ ഫെമിനിനോ ആവാം. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ തൻ്റെ എന്നൊരർത്ഥം വരാൻ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഓരോ വിദ്യാർത്ഥിയും, ഈച്ച് സ്റ്റുഡൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഗേളോ ബോയോ ആവാം. ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ബോയ്സ് മാത്രമുള്ള ഒരു സ്കൂളിനെ പറ്റിയോ ഒരു ഗ്രൂപ്പിനെ പറ്റിയോ ആണെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ് ഹിസ് ബെസ്റ്റ് എന്ന് പറയാം. പക്ഷേ അത് ഗേൾസും ബോയ്സും ഉള്ളൊരു സ്കൂളോ ഒരു ഗ്രൂപ്പോ ആണെങ്കിലോ അവിടെ നമുക്ക് ഏതാണ് ജെൻഡർ എന്ന് നമുക്ക് എടുത്തറിയാത്തത് കൊണ്ട് ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ് ഹിസ് ഓർ ഹെർ ബെസ്റ്റ് എന്ന് പറയാം. ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ് ഹിസ് ഓർ ഹെർ ബെസ്റ്റ് എന്ന് പറയാം. അതുമല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോർമലായിട്ടാണ് പറയുന്നതെങ്കിൽ ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ് ദെയർ ബെസ്റ്റ് എന്നും പറയും. എന്തുകൊണ്ടാണ് ഇവിടെ ദെയർ എന്ന് പറയുന്നത് ഈച്ച് സ്റ്റുഡൻ്റ് എന്നാണ്, ഓരോ കുട്ടിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അവിടെ ജെൻഡർ ഏതാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ നമ്മൾ ദെയർ എന്നൊരു വാക്കാണ് പ്രൊനൗണായിട്ട് കൊണ്ടുവരുന്നത്. ഈച്ച് സ്റ്റുഡൻറ്റ് ഡിഡ് ദെയർ ബെസ്റ്റ്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈച്ച് എവ്രി ഈ 2 വാക്കുകൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ബാക്കിയുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഞാനിവിടെ 2 എക്സാമ്പിൾസ് തരുന്നത്. അപ്പോൾ ഇത് നോക്കൂ, അവർ ഓരോരുത്തർക്കും സമ്മാനം കിട്ടി. ഇവിടെ ഈച്ച് എന്നാണോ എവ്രി എന്നാണോ യൂസ് ചെയ്യുക?
അത് ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് 2 അതിലധികമോ പേരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ നമുക്ക് ഈച്ച് വൺ ഓഫ് ദെം എന്ന് പറയാം. മനസ്സിലായോ? 2 അതിലധികമോ പേരുണ്ടെങ്കിൽ ഈച്ച് പറയാം. പക്ഷെ 3 പേരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ നമുക്ക് എവ്രിന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഈച്ച് പറയാൻ പറ്റില്ല. കാരണം ഈച്ച് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ മിനിമം 2 പേര് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ നോക്കുക, ഇവിടെ 2 പേരുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും സമ്മാനം കിട്ടിയെന്നുള്ളതിന് നമുക്ക് പറയാം ഈച്ച് വൺ ഓഫ് ദെം, കാരണം അവിടെ 2 പേരേ ഉള്ളൂ കേട്ടോ. ഈച്ച് വൺ ഓഫ് ദെം ഗോട്ട് എ ഗിഫ്റ്റ്. കണ്ടോ? ഈച്ച് വൺ ഓഫ് ദെം ഗോട്ട് എ ഗിഫ്റ്റ്. കാരണം ഇവിടെ 2 പേരേ ഉള്ളൂ. എവ്രി യൂസ് ചെയ്യണമെങ്കിൽ മിനിമം 3 പേര് വേണമായിരുന്നു. അപ്പോൾ 3 or 4 പേരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എവ്രി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ എന്ത് പറയും? എവ്രി വൺ ഓഫ് ദെം. ശ്രദ്ധിക്കണം, ഈച്ച് വൺ എഴുതിയതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് എവ്രി വൺ എഴുതുന്നത്. എവ്രി വൺ ഓഫ് ദെം ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് പറയാം. ഇനി ഈച്ചും എവ്രിയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഓരോരുത്തർക്കും കാറുണ്ട് എന്ന് പറയാനെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെയും 2 പേര് തമ്മിൽ പറയാട്ടോ. നമ്മളെ പറ്റിയിട്ട് നമ്മൾ പറയാണ് ഞങ്ങൾ ഓരോരുത്തർക്കും കാറുണ്ട്, 2 പേരേ ഉള്ളൂ. അപ്പോൾ ഈച്ചല്ലേ പറ്റുള്ളൂ. അവിടെ എന്താ പറയുക? ഒന്നില്ലെങ്കിൽ പറയാം വി ഈച്ച് ഹാവ് ഗോട്ട് എ കാർ, അല്ലേ? വി ഈച്ച് ഹാവ് ഗോട്ട് എ കാർ. അല്ലെങ്കിൽ ഈച്ച് വൺ ഓഫ് അസ് അവിടെ എന്ത് പറയും? ഹാസ് ഗോട്ട് എ കാർ. കണ്ടോ? ഇവിടെ 1 പറയണമെന്ന് നിർബന്ധമില്ല, ഈച്ച് ഓഫ് എസ് എന്ന് പറയാം. അപ്പോൾ വി ഈച്ച് ആണെങ്കിൽ നമ്മൾ ഹാവ് എന്ന് പറഞ്ഞു. ഈച്ച് ഓഫ് എസ് എന്നാണെങ്കിൽ ഹാസ് എന്ന് പറഞ്ഞു. അതിനർത്ഥം ഈ ഈച്ച് ആണ് വരുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ വേർബ് സിംഗുലറോ പ്ലൂരലോ ആവാം. ഹാവ് എന്നും ഹാസ് എന്നും വന്നില്ലേ, അങ്ങനെ വരാം. നേരെ മറിച്ച് എവ്രി എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ, 3 or 4 പേരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ നമ്മൾ പറയാണ് ഞങ്ങൾ ഓരോരുത്തർക്കും കാറുണ്ട്. അപ്പോൾ അവിടെ 2 പേരല്ല കേട്ടോ, 3ൽ കൂടുതൽ പേരുടെ ഒരു ഗ്രൂപ്പാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ എന്ത് പറയുക? എവ്രി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ പറയും എവ്രി വൺ ഓഫ് എസ്, എവ്രി വൺ സെപ്പറേറ്റ് ആയിട്ട്, എവ്രി വൺ ഓഫ് എസ് അവിടെ ഹാസ് എന്ന് തന്നെയാണ് വരിക. ഹാസ് ഗോട്ട് എ കാർ. കാരണം എവ്രി വൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഹാസ്, സിംഗുലർ വേർബ് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 3 ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യത്തത് സ്പേസ് ഹാസ് ഗോൺ ഹോം. മലയാളത്തിൽ അർത്ഥമാക്കുന്നത് എല്ലാവരും വീട്ടിൽ പോയിരിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് എല്ലാവരും, അതാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. ഏതാണ് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക? എവ്രി വൺ എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇതാണോ അതോ ഈ എവ്രി വൺ ആണോ? ആലോചിച്ച് നോക്കൂ. എല്ലാവരും എന്ന അർത്ഥമാണ് കിട്ടേണ്ടത്. 2 സ്പേസ് വോണ്ട് ടു ബി ഹാപ്പി. അവിടെ അർത്ഥമാക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എല്ലാവരും എന്നാണ് ഇവിടെയും കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ വേർബ് കണ്ടോ? വോൺസ് എന്നല്ല, ഞാൻ വോണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓൾ ആണോ എവ്രി വൺ ആണോ? ആലോചിച്ച് നോക്കൂ. ഇനി 3rd ക്വസ്റ്റ്യൻ. ഹീ ടോൾഡ് സ്പേസ് ഓഫ് അസ് അവർ ജോബ്സ്. അയാൾ ഞങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങളുടെ ജോലി എന്താണെന്ന് പറഞ്ഞു. ഹീ ടോൾഡ് സ്പേസ് ഓഫ് അസ് അവർ ജോബ്സ്. ഓപ്ഷൻസ് ഈച്ച്, എവ്രി. ഈച്ച് ഓഫ് അസ് എന്നാണോ അതോ ഈ വാക്കാണോ വരിക? ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതിനെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഒരു സർക്കിളിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.